ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളെ ആരെങ്കിലും വില കുറച്ചു കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ വാക്കുകളെ മറ്റുള്ളവർ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? നിന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല, നീ അതിനത്ര വളർന്നിട്ടില്ല എന്ന് മുഖത്തു നോക്കി പറഞ്ഞവരുടെ മുന്നിൽ ഇടറി വീഴാതെ എങ്ങനെ ഒരു കൊടുങ്കാറ്റായി തിരിച്ചുവരാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മെ മറ്റുള്ളവർ വിലകുറച്ച് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദേഷ്യവും സങ്കടവും ഇരച്ചുകയറും. അവരോട് തർക്കിക്കാനും നമ്മൾ ആരാണെന്ന് അപ്പോൾ തന്നെ തെളിയിക്കാനും നമ്മുടെ മനസ്സ് കൊതിക്കും. എന്നാൽ ഓർക്കുക, നിങ്ങളെ വിലകുറച്ച് കാണുന്നവർക്ക് നൽകേണ്ട ഏറ്റവും ശക്തമായ മറുപടി വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമല്ല, മറിച്ച് നിങ്ങളുടെ നിശ്ശബ്ദതയും നിങ്ങളുടെ വിജയവുമാണ്. നിങ്ങളെ ഒരു തരിമ്പും മാനിക്കാത്ത മനുഷ്യരുടെ മുന്നിൽ പോയി നിങ്ങളുടെ യോഗ്യത തെളിയിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഊർജ്ജം കളയാൻ മാത്രമേ ഉപകരിക്കൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അഖണ്ഡഭാരതത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ മഹാനായ തന്ത്രജ്ഞൻ ആചാര്യ ചാണക്യൻ ഈ ലോകത്തെ ഒരു വലിയ സത്യം പഠിപ്പിച്ചു. മഗധയുടെ രാജാവായിരുന്ന ധനനന്ദൻ തന്റെ രാജസദസ്സിൽ വെച്ച് ചാണക്യനെ അപമാനിച്ചപ്പോൾ ബ്രാഹ്മണനായ അദ്ദേഹം അവിടെ വെച്ച് ഉറഞ്ഞുതുള്ളുകയോ ആയുധമെടുത്തു പോരാടുകയോ ചെയ്തില്ല. പകരം തന്റെ തലമുടി അഴിച്ചിട്ടുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്തു: ഈ സാമ്രാജ്യത്തെ ഞാൻ വേരോടെ പിഴുതെറിയും, അതുവരെ എന്റെ ശിഖ ഞാൻ കെട്ടുകയില്ല. വാക്കുകൾ കൊണ്ടുള്ള തർക്കമല്ല, ശത്രുവിനെ നിഷ്പ്രഭമാക്കുന്ന തന്ത്രപരമായ നീക്കങ്ങളാണ് ആവശ്യമെന്ന് ചാണക്യൻ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചുതന്നു. നിങ്ങളെ വിലകുറച്ചു കാണുന്നവരുടെ മുന്നിൽ തളരാതെ അവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചുവരാം? അതിനായി ചാണക്യതന്ത്രങ്ങളിൽ അധിഷ്ഠിതമായ 6 അടിയുറച്ച തന്ത്രങ്ങളാണ് ഇന്ന് ചാണക്യവിഷനിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ 6 തന്ത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആവാഹിക്കുക. തന്ത്രം 1: നിശബ്ദതയെന്ന മഹാസ്ത്രം, ദ പവർ ഓഫ് സൈലൻസ്. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: ആത്മരക്ഷാർത്ഥം പോലും ചിലപ്പോൾ നിശബ്ദത പാലിക്കുന്നത് ക്രോധത്തേക്കാൾ വലിയ ആയുധമാണ്. നിങ്ങളെ ഒരാൾ വിലകുറച്ച് കാണുമ്പോൾ തർക്കിക്കാൻ നിൽക്കാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ തന്ത്രം. പ്രതികരിക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ അസാധ്യമായ ആത്മനിയന്ത്രണത്തിന്റെ ലക്ഷണമാണ്. നിങ്ങൾ തർക്കിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജമാണ് അവർക്ക് നൽകുന്നത്. നിങ്ങളുടെ ദേഷ്യം അവരെ കൂടുതൽ ശക്തരാക്കും. ഇതൊരു ചെറിയ കഥയിലൂടെ മനസ്സിലാക്കാം. ഒരിക്കൽ ഒരു കൂട്ടം തവളകൾ കാട്ടിലൂടെ പോകുമ്പോൾ അതിൽ 2 തവളകൾ ആഴമേറിയ ഒരു കുഴിയിൽ വീണു. കുഴിക്ക് മുകളിലുണ്ടായിരുന്ന മറ്റുള്ളവർ അത് കണ്ടു പറഞ്ഞു: ഈ കുഴി വളരെ ആഴമുള്ളതാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശ്രമം വെറുതെയാണ്. മുകളിലുള്ളവരുടെ വാക്കുകൾ കേട്ട് ഒരു തവള ശ്രമം ഉപേക്ഷിച്ചു, അതവിടെ കിടന്ന് ചത്തു. എന്നാൽ രണ്ടാമത്തെ തവള മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ വകവയ്ക്കാതെ മുകളിലേക്ക് ചാടിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അത് സർവ്വശക്തിയുമെടുത്ത് കുഴിക്ക് പുറത്തെത്തി. മറ്റുള്ളവർ അത്ഭുതത്തോടെ ചോദിച്ചു: ഞങ്ങൾ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. മറ്റുള്ളവർ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ് ആ തവള കരുതിയത്. നിങ്ങളെ വിലകുറച്ചു കാണുന്നവരുടെ വാക്കുകൾക്ക് മുന്നിൽ നിങ്ങൾ ബധിരനാവുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കുക. നിങ്ങളുടെ നിശബ്ദത അവരിൽ ഭയവും ആകാംക്ഷയും നിറയ്ക്കും. തന്ത്രം 2: ശക്തിയും കഴിവും രഹസ്യമാക്കി വയ്ക്കുക, കൺസീൽ യോർ കേപ്പബിലിറ്റീസ്. ചാണക്യനീതിയിലെ അതിപ്രധാനമായ ഒരു സൂത്രമാണിത്. ഒരു പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും തനിക്ക് വിഷമുണ്ടെന്ന് അത് അഭിനയിക്കണം. അതുപോലെ നിങ്ങളുടെ യഥാർത്ഥ ശക്തി എന്തെന്ന് ശത്രുവിന് ഒരിക്കലും മനസ്സിലാകരുത്. നിങ്ങളെ മറ്റുള്ളവർ വിലകുറച്ച് കാണുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അവസരമായി കാണുക. കാരണം അവർ നിങ്ങളെ നിസ്സാരക്കാരനായി കാണുമ്പോൾ അവർ ജാഗ്രത കുറഞ്ഞവരായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവർക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഈ സമയം നിങ്ങളുടെ കഴിവുകളെ കൂടുതൽ മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുക. നിങ്ങളുടെ വലിയ പ്ലാനുകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ അടുത്ത നീക്കങ്ങൾ എന്നിവ ആരോടും വിളിച്ചു പറയാതിരിക്കുക. നിങ്ങൾ തോറ്റുപോയി എന്ന് വിചാരിച്ച് അവർ സ്വയം അഹങ്കരിക്കട്ടെ. ഇരുട്ടിലിരുന്നു കഠിനാധ്വാനം ചെയ്യുക. വെളിച്ചത്തിൽ വരുമ്പോൾ അത് കൊടുങ്കാറ്റായിരിക്കണം. ശത്രു നിങ്ങളുടെ ആഘാതമറിയണം, പക്ഷേ അത് എവിടെ നിന്നാണ് വന്നതെന്ന് അവർക്ക് മനസ്സിലാകരുത്. തന്ത്രം 3: വൈകാരികമായ അടിമത്തത്തിൽ നിന്ന് മുക്തി നേടുക, എമോഷണൽ ഡിറ്റാച്ച്മെന്റ്. ആചാര്യ ചാണക്യൻ വ്യക്തമാക്കുന്നു: അമിതമായ അടുപ്പമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഭയത്തിന്റെയും സങ്കടത്തിന്റെയും വേരുകൾ കിടക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളിലാണ്. മറ്റുള്ളവർ നിങ്ങളെ വിലകുറച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇപ്പോഴും അവരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വില നൽകുന്നു എന്നാണ്. അവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രശ്നമല്ല, അത് അവരുടെ കാഴ്ചപ്പാടിന്റെ പരിമിതി മാത്രമാണ്. ഒരു വ്യക്തി നിങ്ങളെ അപമാനിച്ചാൽ അത് നിങ്ങളുടെ ഹൃദയത്തിലേക്കെടുക്കരുത്, അത് അവരുടെ സംസ്കാരത്തിന്റെ കുറവാണ്.
വികാരങ്ങൾക്കടിമപ്പെട്ട് എടുത്തുചാടി തീരുമാനങ്ങളെടുക്കരുത്. ദേഷ്യം വരുമ്പോൾ ബുദ്ധി ഇല്ലാതാകുന്നു എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെ വിലകുറച്ച് കാണുന്നവരുടെ മുന്നിൽ തികച്ചും ശാന്തനായി പുഞ്ചിരിയോടെ നിൽക്കുക. ആ പുഞ്ചിരി അവരെ അസ്വസ്ഥരാക്കും. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. തന്ത്രം 4. സ്വയം യോഗ്യത വർദ്ധിപ്പിക്കുക. സെൽഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ് കോമ്പറ്റൻസ്. ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ ഇപ്രകാരം പറയുന്നു: വിദ്യയാണ് ഏറ്റവും വലിയ ധനം. അത് കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ കഴിയില്ല. വിദ്യയുള്ളവനെ ലോകം ആദരിക്കുന്നു. നിങ്ങളെ ഒരാൾ വിലകുറച്ച് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇനിയും വളരാനുണ്ട് എന്നാണ്. അവരോട് പ്രതികാരം ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി അവരേക്കാൾ വലിയ നിലയിൽ എത്തിച്ചേരുക എന്നതാണ്. നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക, പുതിയ കഴിവുകൾ പഠിക്കുക, നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാക്കുക. മഗധയിലെ അമാത്യനായിരുന്ന രാക്ഷസൻ ചാണക്യന്റെ വലിയ ശത്രുവായിരുന്നു. എന്നാൽ ചാണക്യൻ രാക്ഷസന്റെ ബുദ്ധിയെയും കഴിവിനെയും ബഹുമാനിച്ചു. ഒടുവിൽ ചാണക്യൻ തന്റെ തന്ത്രങ്ങളിലൂടെ രാക്ഷസനെ തോൽപ്പിച്ചതിനു ശേഷം ചെയ്തതെന്താണെന്നറിയാമോ? ചന്ദ്രഗുപ്ത മൗര്യന്റെ മഹാ അമാത്യൻ എന്ന പദവി രാക്ഷസന് നൽകുകയാണ് ചെയ്തത്. കാരണം യോഗ്യതയുള്ളവരെ ചാണക്യൻ എപ്പോഴും ആദരിച്ചിരുന്നു. നിങ്ങളെ ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ യോഗ്യത മാറ്റുക. നിങ്ങളുടെ വിജയം മാത്രമായിരിക്കണം നിങ്ങളുടെ മറുപടി. തന്ത്രം 5. ശത്രുവിന്റെ ബലഹീനതകൾ നിരീക്ഷിക്കുക. സന്ദർഭാനുസൃതം. ഒബ്സർവ് വീക്ക്നെസ്സസ് സ്ട്രാറ്റജിക്കലി. ചാണക്യന്റെ ഒരു പ്രധാന തന്ത്രമാണിത്. നിങ്ങളുടെ ശത്രുവിനെ എപ്പോഴും നിരീക്ഷിക്കുക. അവരുടെ ശീലങ്ങളും ബലഹീനതകളും മനസ്സിലാക്കുന്നത് അവരെ പരാജയപ്പെടുത്താൻ സഹായിക്കും. നിങ്ങളെ വിലകുറച്ച് കാണുന്നവർ പലപ്പോഴും അഹങ്കാരികളായിരിക്കും. അഹങ്കാരമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനത. അവർ തങ്ങളെക്കാൾ മികച്ചവരാരുമില്ലെന്ന അന്ധമായ വിശ്വാസത്തിലായിരിക്കും ജീവിക്കുന്നത്. ഈ അവസരം മുതലെടുക്കുക. അവർ ചെയ്യുന്ന തെറ്റുകൾ ശ്രദ്ധിക്കുക. അവരോട് നേരിട്ട് യുദ്ധത്തിന് പോകാതെ അവരുടെ അഹങ്കാരം അവരെ തന്നെ നശിപ്പിക്കുന്നതുവരെ കാത്തിരിക്കുക. ധനനന്ദനെ വീഴ്ത്താൻ ശരിയായ സമയത്തിനായി ചാണക്യൻ വർഷങ്ങളോളം കാത്തിരുന്നു. ധനനന്ദന്റെ ജനവിരുദ്ധ നയങ്ങളും ധൂർത്തും ജനങ്ങളെ അയാൾക്കെതിരാക്കി മാറ്റുന്നതുവരെ ചാണക്യൻ നിശബ്ദനായി കരുക്കൾ നീക്കി. ശരിയായ സമയം വരുമ്പോൾ ഒരൊറ്റ നീക്കത്തിലൂടെ ശത്രുവിനെ നിഷ്പ്രഭമാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിനായി ക്ഷമയോടെ കാത്തിരിക്കുക. തന്ത്രം 6. സമാന ചിന്താഗതിയുള്ളവരുടെ സഖ്യമുണ്ടാക്കുക. ബിൽഡ് ആൻ അലയൻസ് ഓഫ് പവർ. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: ഒറ്റയ്ക്കുള്ള ഒരു മരത്തിന് കാറ്റിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. എന്നാൽ മരങ്ങളുടെ ഒരു കൂട്ടത്തിന് വലിയ കൊടുങ്കാറ്റിനെ പോലും തടഞ്ഞു നിർത്താൻ കഴിയും. നിങ്ങളെ വിലകുറച്ച് കാണുന്നവരുടെ മുന്നിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളെപ്പോലെ തഴയപ്പെട്ട എന്നാൽ കഴിവും ദൃഢനിശ്ചയമുള്ള മനുഷ്യരെ കണ്ടെത്തുക. ചാണക്യൻ ഒരു സാധാരണക്കാരനായ ചന്ദ്രഗുപ്തനെ കണ്ടെത്തി. അവനെ ഒരു വലിയ യോദ്ധാവാക്കി മാറ്റി. അതുപോലെ കാട്ടുവാസികളെയും ധനനന്ദന്റെ ഭരണത്തിൽ അതൃപ്തരായ ആളുകളെയും കൂട്ടി വലിയൊരു സൈന്യമുണ്ടാക്കി. നിങ്ങളെ മാനിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മൂല്യം നൽകുന്ന സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുക. പോസിറ്റീവായ ആളുകളുടെ കൂടെയായിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഒരു ശക്തമായ സാമ്രാജ്യം നിങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തുമ്പോൾ പണ്ട് നിങ്ങളെ വിലകുറച്ച് കണ്ടവർ നിങ്ങളെ ഭയത്തോടെയും ബഹുമാനത്തോടെയും നോക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ 6 ചാണക്യതന്ത്രങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. നിങ്ങളെ ആരെങ്കിലും വിലകുറച്ച് കണ്ടാൽ സങ്കടപ്പെടുകയോ കരയുകയോ ചെയ്യരുത്. പകരം ഉള്ളിൽ പറയുക: എന്റെ മൂല്യം എന്താണെന്നെനിക്കറിയാം. അത് ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കാനുള്ള യാത്ര ഞാൻ തുടങ്ങുകയാണ്. നിങ്ങളെ വേദനിപ്പിച്ച വാക്കുകളെ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കുക. തീയിൽ കുരുത്തതാണ് വെയിലത്ത് വാടില്ല എന്നവരെ ബോധ്യപ്പെടുത്തുക. നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ നോക്കിയവരുടെ മുന്നിൽ അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ നിങ്ങൾ വളർന്നു നിൽക്കണം. അന്നവർ നിങ്ങളെ നോക്കി പറയും: അവനെ ഞാൻ അന്ന് തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന്. ആ പശ്ചാത്താപമാണ് നിങ്ങൾ അവർക്ക് നൽകേണ്ട ഏറ്റവും വലിയ ശിക്ഷ. ചാണക്യൻ തന്റെ പ്രതിജ്ഞ നിറവേറ്റിയ ദിവസം മഗധയുടെ സിംഹാസനത്തിൽ ചന്ദ്രഗുപ്തനെ ഇരുത്തിയ ശേഷം മാത്രമാണ് തന്റെ അഴിച്ചിട്ട ശിഖ തിരികെ കെട്ടിയത്. ശപഥങ്ങൾ വാക്കുകളിൽ ഒതുക്കാറുള്ളതല്ല, അത് ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണിക്കാനുള്ളതാണ്. നിങ്ങളെ പുച്ഛിച്ചവരുടെ കണ്ണുകളിൽ നിങ്ങളുടെ വിജയത്തിന്റെ തിളക്കം കൊണ്ട് മറുപടി നൽകുക. സ്വയം വിശ്വസിക്കുക, കഠിനാധ്വാനം ചെയ്യുക, തന്ത്രപൂർവം മുന്നേറുക. ഈ ലോകം നിങ്ങളുടെ കാൽക്കീഴിലാകും. മഹാനായ ആചാര്യ ചാണക്യന്റെ ജീവിതതന്ത്രങ്ങളും പ്രചോദനാത്മകമായ ചിന്തകളും ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരാൻ ചാണക്യ വിഷൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്കുപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം ശക്തമായ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. എപ്പോഴും ഓർക്കുക, വിജയം നിങ്ങളുടെ ലക്ഷ്യമല്ല, അത് നിങ്ങളുടെ അവകാശമാണ്.